to the yet another class of Master Key Academy. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയൽ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പം സമൻസ് ട്രയൽ, വാറന്റ് ട്രയൽ, പിന്നെ സമ്മറി ട്രയൽസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ആ സമയത്ത് ഞാൻ നമ്മുടെ ചൈൽഡ് ഒഫൻഡേഴ്സിന്റെ ട്രയലിനെ കൂടി പറയാന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ BNSലെങ്ങും ചൈൽഡ് ഒഫൻഡർ അങ്ങനൊന്നും അത് പറയുന്നില്ല, എക്സെപ്റ്റ് 401, അതായത് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, അങ്ങനെ അല്ലാണ്ട് മറ്റൊന്നും നമ്മുടെ ചൈൽഡ് ഒഫൻഡേഴ്സിന്റെ ട്രയൽ അങ്ങനൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് അതിന് സ്പെഷ്യൽ ഒരു ആക്ട് വേറെയുണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഓക്കെ, 2015 അതിപ്പം അമെൻഡ് ചെയ്തിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും പ്രൊവിഷൻസ് ഇല്ല. ചില പണിഷ്മെന്റ് അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളിലൊക്കെ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ അമെന്റ്മെന്റിലും. അപ്പം നമുക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ എന്താണ് ഇൻക്വയറി ട്രയൽ, അത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. എടുത്ത് നിങ്ങളുടെ സിലബസിൽ അങ്ങനെ ഒരു യങ് ഒഫൻഡേഴ്സ് അല്ലെങ്കിൽ ചൈൽഡ് ഒഫൻഡേഴ്സിന്റെ കാര്യം എടുത്ത് ചോദിച്ചത് കൊണ്ട് നമുക്ക് എന്തായാലും നോക്കിയിട്ട് പോവാം. ഓക്കെ, സോ സെക്ഷൻ ഓക്കെ, ഇതില് ബിഫോർ ഗോയിങ് ടു ദി ആക്ട് 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഇതിൽ 2 വേർഡ്സ് എപ്പോഴും എടുത്തു പറയുന്ന 2 വേർഡ്സ് ആണ്: ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആൻഡ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഹൂ ഇസ് നോട്ട് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 18 years, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ആ ടൈമിൽ എന്ത് ചെയ്യുന്ന ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് നമ്മൾ പറയുന്നത് ചൈൽഡ് ഇൻ നീഡ് ഓഫ് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. ഓക്കെ, എന്നാൽ അതേസമയം ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ വരുന്നത് ഇവൻ അബാൻഡൻ ചൈൽഡ്, ഓഫൻ ചൈൽഡ്, അങ്ങനെയൊക്കെ കുട്ടികൾ ഇപ്പം അവരുടെ രക്ഷിതാക്കളിൽ പേരൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ദേ ആർ അൺഎബിൾ ടു ലുക്ക് ആഫ്റ്റർ ദ ചൈൽഡ്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അവരെന്ത് ചെയ്യും, ഒരു അഡോപ്ഷൻ ഏജൻസി കൈമാറും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെയാണ് എപ്പോഴും നമ്മൾ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഈ ചില ദുരന്തങ്ങളൊക്കെ വരില്ല, നാച്ചുറൽ കലാമിറ്റീസിലൊക്കെ കുടുംബങ്ങളൊക്കെ നഷ്ടമായ കുട്ടികൾ, അത് ഓർഫൻസ്, ലൈക്ക് ഓക്കെ, അങ്ങനെയൊക്കെ കെയറും പ്രൊട്ടക്ഷനും ആവശ്യമുള്ള കുട്ടികളാണ് ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ രണ്ടും രണ്ടാണ്: ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ആണ്. സോ അതിൽ തന്നെ 2 ബോർഡ്സിനെ പറ്റി, ഇതിനെ പറ്റി പറയുന്നുണ്ട്, അതോറിറ്റിയെ പറ്റി JT ആക്ടിൽ. ഒന്നെന്ന് പറഞ്ഞാല് നമ്മുടെ ബോർഡ്, അതായത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഉണ്ട് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ് ആണ്. അത് നമ്മുടെ ചൈൽഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ബോർഡാണ് ക്രിമിനൽസ് നോട്ട് ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അവരെ ട്രൈ ചെയ്യുന്ന, എൻകറേജ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബോർഡാണ്. ഓക്കെ, സോ സെക്ഷൻ 14, where a child alleged to be in conflict with the law is produced before the board shall hold an inquiry in accordance with the provisions of this act and may pass such orders in relation to such child as it deems fit under section 17 and 18 of this act. ഇവിടെ ഒരിക്കലും ചൈൽഡിനെ എന്താ ചെയ്യില്ല, അറസ്റ്റ് അങ്ങനെ ഒരു വാക്കല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്രിയൻറ്റ് അങ്ങനെ പറയത്തുള്ളൂ, അപ്രിയൻഷൻ അങ്ങനെ പറയത്തുള്ളൂ. അപ്പം അങ്ങനെ കൊണ്ടുവരുന്ന കുട്ടികളെ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒബ്സർവേഷൻ ഹോമിലോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഏതെങ്കിലും ഒരു പ്രൊട്ടക്റ്റഡ് ഹോമിലോ എപ്പോഴും ആക്കാറുള്ളൂ. അപ്പം ബോർഡിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുട്ടികളെ എന്ത് ചെയ്യും, ഈ പറയുന്ന സെക്ഷൻസ് അനുസരിച്ചിട്ടായിരിക്കും ഇൻക്വയറി നടത്തുന്നത്. ഓക്കെ, സോ ദ ഇൻക്വയറി അണ്ടർ ദിസ് സെക്ഷൻ ഷാൽ ബി കംപ്ലീറ്റഡ് വിതിൻ എ പീരീഡ് ഓഫ് 4 months. ഒരു പ്രിലിമിനറി അസസ്മെന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ പ്രിലിമിനറി അസസ്മെന്റ് വേറെ വരുന്നുണ്ട്. ഒരു പ്രൈമ ഫേസിയ കേസ് ഉണ്ട്, ഒരു പ്രിലിമിനറി ഇൻക്വയറി ഈ ബോർഡ് നടത്താറുണ്ട്. ആ പ്രിലിമിനറി ഇൻക്വയറി എന്ന് പറയുന്നത് 4 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. From the date of production of first production of the child before the board. Okay, so unless the period is extended, അത് ശരിക്കും ഒരു 2 monthsലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഓക്കെ, 2 monthsലേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ 4 + 2, 4 + 2, അപ്പം 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ദെൻ എക്സ്റ്റൻഷൻ ഒരു 2 months കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ a preliminary assessment in case of heinous offense. ആക്ച്വലി ഞാൻ ഒഫൻസസിനെ പറ്റി ക്ലാസ്സിൽ ഹീനസ് ഒഫൻസ് കണ്ടപ്പോൾ ഓർത്തത് അതും ഇമ്പോർട്ടന്റ് ആണ്. 3 type ഓഫ് ഒഫൻസസിനെ പറ്റിയും നമ്മുടെ ബോർഡ് ഈ ആക്ച്വലി പറയുന്നുണ്ട്. 3 തരം ഒഫൻസ്, അത് ഇമ്പോർട്ടന്റ് ആണ്, ഞാനത് വിട്ടുപോയി. ഓക്കെ, അപ്പം അതായത് ഒന്ന് പെറ്റി ഒഫൻസസ്, അപ് ടു 3 years വരെ പണിഷ്മെന്റ് ലഭിക്കാവുന്ന ഒഫൻസ് ആണ് പെറ്റി ഒഫൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സീരിയസ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ 3 years to 7 years. അതിൽ കുറച്ച് ഇപ്പൊ പുതിയ അമൻമെന്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഇതായിട്ടും നിങ്ങൾ പോകണ്ട, ജസ്റ്റ് ഇത്ര ഓർത്താണ് 3 to 7 years, അപ് ടു 7 years വരെയുള്ള ഒഫൻസസിനെയാണ് നമ്മൾ സീരിയസ് ഒഫൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഹീനിയസ് ഒഫൻസ് എന്ന് പറയുന്നത് എക്സീഡിങ് 7 years പണിഷ്മെന്റ് വരുന്ന ഒഫൻസിനെയാണ് ഹീനിയസ് ഒഫൻസ്.
പെറ്റി ഒഫൻസസ്, സീരിയസ് ഒഫൻസസ് ആൻഡ് ഹീനിയസ് ഒഫൻസസ്. ഇനി ഈ പറയുന്ന ഹീനിയസ് ഒഫൻസസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രിലിമിനറി അസസ്മെന്റ് ഉണ്ട്. ആ അസസ്മെന്റ് എന്താണെന്ന് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ അവിടത്തേക്കൊന്നും പോകണ്ട. ജസ്റ്റ് ആ 3 months എന്നുള്ള നിങ്ങൾ ആ പ്രിലിമിനറി അസസ്മെന്റ് എന്ന് പറയാൻ 3 months ഓർത്ത് വെച്ചോ. നമ്മൾ അടുത്ത എന്താണ് പ്രിലിമിനറി അസസ്മെന്റ് എന്ന് നമ്മൾ അടുത്തതിൽ നമുക്ക് പറയാം. ഓക്കെ, കൺഫ്യൂഷൻ ആക്കണ്ട. ഇനി പെറ്റി ഒഫൻസസിന്റെ കാര്യത്തിലാണെങ്കിൽ പ്ലസ് സീരിയസ് ക്രൈംസ് ആണല്ലോ. സോ പെറ്റി സീരിയസ് ഒഫൻസ് ആണെങ്കിൽ ഈ പറയുന്ന എക്സ്റ്റൻഡ് ടൈം പീരീഡിനുള്ളിലും ഈ ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് സ്റ്റാൻഡ് ക്യാൻസൽ, അങ്ങനെ ഒരു പ്രൊസീഡിങ് അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, പെറ്റി ഒഫൻസ് പിന്നെ നീണ്ടുപോകേണ്ട ആവശ്യമില്ല, അവിടെ ടെർമിനേറ്റ് ചെയ്യും. Then provided that for serious and heinous offences, in case the board requires further extension of time for completion of inquiry, the same shall be granted by the CJM, or as the case may be the Chief Metropolitan Magistrate. ഇപ്പം നമുക്ക് Chief Metropolitan Magistrate ഇല്ല, for reasons to be recorded in writing. Then clause 5 പറയുന്നത് the board shall take following a step to ensure fair and speedy inquiry, namely അപ്പം ചില മെഷേഴ്സ് ഒക്കെ എടുത്തിരിക്കണം. എന്തൊക്കെയാണ്? at the time initiating the inquiry, the board shall satisfy itself that the child in conflict with the law, അതാരാണെന്ന് ഞാൻ പറഞ്ഞു, has not been subject to any ill treatment by the police or by any other person, including a lawyer or probation officer, or a probation officer, and take corrective step in case of such ill treatment. കുട്ടികളാണ്, അപ്പം ഇൽ ട്രീറ്റ്മെന്റ് ഒരാളുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന്, ലോയറിന്റെ ഭാഗത്തുനിന്നായാലും പ്രൊബേഷൻ ഓഫീസറിന്റെ ഭാഗത്തുനിന്നായാലും ആരുടെ ഭാഗത്തുനിന്ന് ഇൽ ട്രീറ്റ്മെന്റ് കുട്ടിക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത് പറയും, ഇൻ ഓൾ കേസസ് അണ്ടർ ദിസ് ആക്ട് ദി പ്രൊസീഡിംഗ് ഷാൽ ബി കണ്ടക്ടഡ് ഇൻ സിമ്പിൾ മാനർ. ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. ഒരു അതിലൊരു അതെന്ന് പറയുന്നത് നമ്മൾ എന്റെ വീട് അപ്പൂനെ സിനിമയില് കാളിദാസനെ ആ ഒരു അത് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഒരു ഡാർക്ക് റൂം, പക്ഷെ അങ്ങനൊന്നും അല്ല, കുറച്ചുകൂടി ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്, അവർക്കൂടെ മനസ്സിലാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. കുറച്ചുകൂടി ഒരു കോർട്ട് ആണെന്നുള്ള രീതി കുട്ടികൾക്ക് വരില്ല. ഓക്കെ, every child brought before the board shall be given the opportunity to be heard and participate in the inquiry. Okay, and cases of petty offences shall be disposed of by the board through summary proceedings. Important ആണ്, petty offences summary proceedings ആയിട്ടായിരിക്കും നടത്തുക. സമ്മറി പ്രൊസീഡിങ്സ് ആയിരിക്കും. പെറ്റി ഒഫൻസസ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ പെറ്റി സമ്മറി ട്രയൽസിൽ നമ്മൾ പറഞ്ഞു 3 years or more, ലൈക്ക് ഡെത്ത്, ഇംപ്രിസ്മെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസ്മെന്റ് ഫോർ എ ടേം എക്സീഡിങ് 3 years അല്ലാത്ത എല്ലാ കേസുകളും എന്ത് ചെയ്യാം, അത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കോർട്ട് നമുക്ക് സമ്മറി ട്രയൽസ് ആയിട്ട് കണ്ടക്ട് ചെയ്യാം. അതിനകത്ത് പറയുന്നത്, നിങ്ങൾ അത് ഓർത്തിരിക്കണം. ആ പണിഷ്മെന്റ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ഒഫൻസസ് എന്ത് ചെയ്യാം, നമുക്ക് സമ്മറി ട്രയൽസ് ആയിട്ട് നടക്കാം. അപ്പൊ ഇവിടെ അത് പറയുന്നത് എല്ലാ സീരിയസ് ഒഫൻസസ് ആണ്, 3 years വരെയുള്ള ഒഫൻസസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം, അത് നമുക്ക് സമ്മറി ട്രയൽ ആയിട്ട് നടത്താം. ഇനി ഇൻക്വയറി ഇൻ ടു സീരിയസ് ഒഫൻസസ് ഷാൽ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ബോർഡ് ഫോർ ദ ട്രയൽ ഇൻ സമൻസ് കേസസ്. ഓക്കെ, അതെന്ത് ചെയ്യാം, സമൻസ് കേസ് ആയിട്ടായിരിക്കും അതിന്റെ ട്രയൽ നടത്തുന്നത്, സീരിയസ് ഒഫൻസ്. പക്ഷെ അതേസമയം ഹീനിയസ് ഒഫൻസസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പ്രിലിമിനറി അസസ്മെന്റ്, നമുക്ക് സീരിയസ് ഒഫൻസസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ഒഫൻസസ് കമ്മിറ്റഡ് ബൈ ചൈൽഡ് അണ്ടർ ദി ഏജ് ഓഫ് 16 years, 16 വയസ്സിൽ താഴെ ചെയ്യുന്ന കുട്ടി എന്ന ക്രൈം, അതുപോലെ 16 വയസ്സിൽ മുകളിലുള്ള കുട്ടി എന്ന ക്രൈം. 16 വയസ്സിൽ താഴെയാണെങ്കിൽ നമ്മൾ സീരിയസ് ഒഫൻസ് പോലെ തന്നെ സമൻസ് ട്രയലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, ബോർഡായിരിക്കും ട്രൈ ചെയ്യുന്നത്. പക്ഷേ 16 വയസ്സിന് മുകളിലാണെങ്കിൽ ബോർഡാകാം ചെയ്യുന്നത്, പക്ഷെ 16 വയസ്സിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു പ്രിലിമിനറി അസസ്മെന്റ് അവിടെ നടത്തും. പ്രിലിമിനറി അസസ്മെന്റ് ഉദ്ദേശിക്കുന്നത് ആ ചൈൽഡിന്റെ ക്യാപ്പബിലിറ്റി, ആ ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്താണ്, അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മെന്റൽ എബിലിറ്റി ആ കുട്ടിക്കുണ്ടോ, അതായത് ക്രൈം ചെയ്യാനുള്ള എബിലിറ്റി കുട്ടിക്കുണ്ടോ എന്നൊരു പ്രിലിമിനറി അസസ്മെന്റ്, ഒരു മെന്റൽ അസസ്മെന്റ് അവിടെ നടത്തുന്നുണ്ട്, നമുക്ക് പറയാം. So for the child below the age of 16 years as on the date of the commission of an offense shall be disposed of the board under clause നമ്മൾ ഈ പറഞ്ഞ സമൻസ് ട്രയൽ പോലെ ആയിരിക്കും, സമൻസിന്റെ ട്രയൽ പോലെ ആയിരിക്കും പോകുന്നത്. In case of for above the age of 16 years as the date of commission of an offense shall be dealt with in the manner prescribed in section 15. Section 15 എന്താ പറയുന്നത് നമുക്ക് നോക്കാം. That is preliminary assessment in case of heinous offenses by the board. So in case of heinous offense alleged to have been committed by a child who has completed or is above the age of 16 years, അതായത് 16 years കംപ്ലീറ്റ് അല്ലെങ്കിൽ 16 yearsന് മുകളിലുള്ള കുട്ടികൾ, the board shall conduct a preliminary assessment, ഒരു preliminary assessment നടത്തും with regard to his mental and physical capability അല്ലെങ്കിൽ capacity to commit such offense. അത് ഒഫൻസ് കമ്മിറ്റ് ചെയ്യാനുള്ള ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ കപ്പാസിറ്റി അസസ് ചെയ്യാനായിരിക്കും ഒരു പ്രിലിമിനറി അസസ്മെന്റ് അവിടെ നടത്തും. So
Okay, and ability to understand the consequence of the offense and in circumstance which is allegedly committed the offense and may pass an order in accordance with the provisions of section 18 clause 3. അത് നമ്മൾ എന്താ നോക്കാം. സി അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാല് ഇപ്പം അങ്ങനെ അസസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല, അല്ലെങ്കിൽ കുട്ടി ഒരു ചൈൽഡായിട്ട് തന്നെ എൻക്വയറി ചെയ്ത് അല്ലെങ്കിൽ ട്രയൽ നടത്തിയാൽ മതിയെങ്കിൽ നേരെ ബോർഡിലേക്ക് പോകും. അല്ല, ബോർഡ് തന്നെ ആയിരിക്കും ഒരു ട്രയൽ നടത്തുന്നത്. ഇൻ കേസ് അതൊരു ആ കുട്ടി അപ്പോൾ അങ്ങനെ ഒരു മെന്റൽ എബിലിറ്റി കപ്പാസിറ്റി ഉണ്ട്, ക്രൈം കമ്മിറ്റ് ചെയ്യുന്ന അവരുടെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന ആ കോൺസിക്വൻസിനെ കുറിച്ചുള്ള നോളജ്, അതിനെപ്പറ്റി ഒരു അസസ്മെന്റ് കിട്ടിക്കഴിഞ്ഞ് എന്ത് ചെയ്യും, വേണമെങ്കിൽ ബോർഡിന് ഒരു അഡൽട്ട് ആയിട്ട് കുട്ടിയെ ട്രൈ ചെയ്യാം. പക്ഷെ അത് ബോർഡിന് പറ്റത്തില്ല, നേരെ നമ്മൾ ചിൽഡ്രൻസ് കോർട്ടിലേക്ക് അയക്കും. ഓക്കെ, then provide that such assessment. The board may take the offense of experienced psychologists, psychosocial, then workers or other expert, and the preliminary assessment എന്ന് പറഞ്ഞാൽ നമുക്കൊരു ട്രയൽ ആയിട്ട് എടുക്കാം. ഇറ്റ്സ് നോട്ട് എ ട്രയൽ, ഒരു ഇൻക്വയറി, ജസ്റ്റ് ഇൻക്വയറി മാത്രമാണ്. ബട്ട് ഈസ് ടു അസസ് ദ കപ്പാസിറ്റി ഓഫ് such child to commit and understand the consequence of the alleged offense. With the body satisfied in preliminary assessment that the matter should be disposed of by the board, then the board shall follow the procedure. ഞാൻ പറഞ്ഞില്ലേ 16 ഇയേഴ്സിൽ ആ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യാം, 16 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികളെ എങ്ങനെയാണോ ട്രൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ബോർഡിന് ട്രൈ ചെയ്യാം ആ ഒരു അസസ്മെന്റിന് ശേഷം. Then provided that the board shall dispose of the matter shall be appealable, then further the assessment within the specific, അത് 14 ഒരു ടൈം പീരീഡ് ശരിക്കും പറയുന്നത്. ഞാനത് ഞാൻ പറയാം 3 monthsന്റെ കാര്യം ഓർത്തിരുന്നോളാം. 3 monthsനുള്ളിൽ തന്നെ ഈ പറയുന്ന പ്രിലിമിനറി അസസ്മെന്റ് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അത് ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ്. 3 monthsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കും. സെക്ഷൻ 16 റിവ്യൂ ഓഫ് പെൻഡൻസി ഓഫ് ഇൻക്വയറി അതൊന്നുമില്ല ആവശ്യമില്ല വിട്ടേക്ക്. ദെൻ ഓർഡേഴ്സ് റിഗാർഡിംഗ് ഷാൽ നോട്ട് ബി ഫൗണ്ട് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. സെക്ഷൻ 18 പറയുന്നത് ലാസ്റ്റ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പിന്നെ ഉള്ള സെന്റൻസിന്റെ കാര്യം പറയുന്നത്. സോ വേറെ ബോഡി സാറ്റിസ്ഫൈഡ് ഓൺ ഇൻക്വയറി ദാറ്റ് എ child irrespective of age has committed a petty offense or a serious offense, or a child below the age of 16 years has committed a heinous offense. ആ മൂന്നും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പെറ്റി ഒഫൻസസ്, സീരിയസ് ഒഫൻസസ്, ഹീനസ് ഒഫൻസസിന്റെ ഏത് കാര്യത്തില് 16 ഇയേഴ്സിൽ താഴെയുള്ള കുട്ടികളുടെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ബോർഡിന് തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ, and based on the nature of the offense specified need for supervision or intervention, circumstances are brought in the social investigation report, എന്ത് ചെയ്യാം, allow the child to go home after advice or admonition by following appropriate inquiry and counseling to such child to his child and to his parents or his guardian. കുട്ടിയെ വിട്ടയക്കാം, എന്തെങ്കിലും ആഫ്റ്റർ അഡ്മോണിഷൻ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്തെങ്കിലും കൊടുത്തിട്ട് വിട്ടയക്കാം. ഗ്രൂപ്പ് കൗൺസിലിങ്ങിനോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുപ്പിക്കുക. ദെൻ കമ്മ്യൂണിറ്റി സർവീസ് ഓർഡർ കമ്മ്യൂണിറ്റി സർവീസ് നടത്താൻ പറയാം. ദെൻ ഫൈൻ പേ ചെയ്യാൻ പറയാം. Then release the property good conduct and place in the care of parent, guardian or person is a sure and fit person executing a bond അല്ലെങ്കിൽ ഷുവർട്ടി ഇഷ്യൂ ചെയ്തിട്ട് പോകാൻ പറയാം. അത് ഈവൻ സ്പെഷ്യൽ ഹോംസ് ലൈക്ക് സ്റ്റേറ്റ് സ്പെഷ്യൽ ഹോംസ് ഫോർ എ പീരിയഡ് നോട്ട് എക്സീഡിംഗ് 3 years സ്പെഷ്യൽ ഹോംസിലേക്ക് വിടാം. അങ്ങനെ എന്താണ് ബാക്കിയുള്ള ഡിസിഷൻ എന്നാണ് ആ ഇതിൽ പറയുന്നത്. Clause 3 നോക്കൂ. Where the board after preliminary assessment under section 15 pass an order that there is need for trial of the said child as an adult, then the board may order the transfer of the trial of the case to the children's court having jurisdiction to try such offense. Okay, അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ ചിൽഡ്രൻസ് കോർട്ടിലേക്ക് ആസ് എൻ അഡൾട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചിൽഡ്രൻസ് കോർട്ടിലേക്ക് കേസ് ട്രാൻസ്ഫർ ചെയ്യാം. ചിൽഡ്രൻസ് കോർട്ടിന്റെ കാര്യം പറയുന്നത് സെക്ഷൻ 19 After the receipt of preliminary assessment from the board under section 15, the children's court may decide that there is a need for trial of the child as an adult. അതായത് ട്രൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊവിഷൻസ് ഓഫ് CRPC അല്ലെങ്കിൽ നമ്മുടെ BNSS and pass appropriate orders after trial subject to the provisions of the section under and section 21 considering the needs of the child, tenets of fair trial, maintaining a child friendly atmosphere. Okay, even 16 above ആണെങ്കിൽ കൂടിയും still he is a child. അപ്പൊ അതുകൊണ്ട് ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും. പക്ഷെ നമ്മുടെ അഡൽട്ട് ആയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ BNSന്റെ എല്ലാ പ്രൊവിഷൻസും ഇവിടെ അപ്ലൈ ആയിരിക്കും. ഓക്കെ, ഇനി കോടതിക്ക് തോന്നുവാണ്, ട്രയലിന്റെ സമയത്ത് തന്നെ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, അഡൽട്ട് ആയിട്ടല്ല ഒരു ചൈൽഡ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, മേക്ക് കണ്ടക്ട് ആൻ ഇൻക്വയറി ആസ് എ ബോർഡ് ആൻഡ് പാസ് അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ സെക്ഷൻ 18. അതുപോലെ പ്രകാരം തന്നെ ചിൽഡ്രൻസ് കോർട്ടിനും അധികാരമുണ്ട്. ഇപ്പം കുട്ടിയായിട്ട് തന്നെ ട്രൈ ആണെങ്കിൽ കുട്ടിയായിട്ട് തന്നെ ട്രൈ ചെയ്യാം. ഓക്കെ,
In case the children's court shall ensure that final order with regard to child in conflict with the law shall include individual care plan for rehabilitation including follow-up probation officer. പിന്നെ ആ സേഫ്റ്റി ഇതിലേക്ക് പോവാതെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ട്രയൽ അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങൾ. സീരിയസ് ഒഫൻസിൽ പെറ്റി ഒഫൻസിൽ എങ്ങനെയാണ് അത് മാത്രമേ അങ്ങനെ ചോദിക്കാൻ ചാൻസ് അതിനകത്തുള്ളൂ. ചിൽഡ്രൻസ് കോർട്ടിന്റെ കാര്യം, ആ പ്രിലിമിനറി അസസ്മെന്റിന്റെ കാര്യം, ആ ഒരു ഡേറ്റ് ടൈം പീരീഡ്, ജസ്റ്റ് അതൊക്കെ ഓർത്ത് ജസ്റ്റ് ആ ചൈൽഡ് ഒഫൻഡേഴ്സിന്റെ ട്രയൽ എന്ന് എടുത്ത് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത്. അപ്പം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ജെ ആക്ട് നോക്കാതെ പോകരുത്. ഈ സെക്ഷൻ 14 to 18, 19 അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. 2021 ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. ട്രയൽ എന്താണ് അവസാനം വരുന്ന ഡിസിഷൻ. ഈവൻ ഇങ്ങനെ അതായത് നമ്മളിപ്പം സെന്റൻസ് ചെയ്ത് കഴിഞ്ഞ് 21 years കംപ്ലീറ്റ്, അതായത് നമ്മുടെ 21 കംപ്ലീറ്റ് ആയെങ്കിൽ പിന്നെ ജയിലിൽ തന്നെ കിടക്കണോ പുറത്തു വിടണോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എല്ലാം ജസ്റ്റ് നമുക്കൊരു കഥ പോലെ വായിച്ചെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഈ ട്രയലിന്റെ ഈ ഒരു ഇതേ ഉള്ളൂ. അത് നിങ്ങൾ വായിച്ചു നോക്കണം. ജെ ആക്ട് വായിച്ചു തന്നെ മനസ്സിലും പ്ലെയിൻ ലാംഗ്വേജ് ആണ്. ജസ്റ്റ് വായിച്ചു നോക്കുക. ഈ പറയുന്ന ടൈം പീരീഡ് ഒക്കെ ഓർത്തിരിക്കുക. ഓക്കെ.